നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാം കോഴ്സിൽ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ COVID-19 ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിന് നല്ലൊരു റെസ്പോൺസ് ലഭിച്ചിരുന്നു. എല്ലാവർക്കും അത് ഒരുപാട് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളായിരുന്നു പഠിച്ചത്. അതിന് കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വിവിധ മേഖലകളിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഈ ഒരു പാർട്ട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയിലും കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. എക്സാമിന് മുമ്പ് മാക്സിമം തവണ ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് COVID-19 ബന്ധപ്പെട്ട ചില ദൗത്യങ്ങളും ആപ്പുകളും ഒക്കെ നോക്കാം. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള, ഞാൻ ഓരോ ക്ലാസ്സിലും ഓർമ്മിപ്പിക്കാറുണ്ട്, COVID-19 റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ COVID-19 വ്യാപനം ആരംഭിച്ചപ്പോഴും രാജ്യങ്ങളിലൊക്കെ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയിൽ നടന്ന ചില ദൗത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പലതും ഇപ്പോൾ നടന്ന പല പരീക്ഷകളിലും ചോദിച്ചു കഴിഞ്ഞതാണ്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റ് വൺ, വന്ദേ ഭാരത്. COVID-19 ഇഷ്യൂവിനെ തുടർന്ന് ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ടായ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി വ്യോമ പ്രതിരോധ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? വന്ദേ ഭാരത്. അപ്പോൾ വന്ദേ ഭാരത് ദൗത്യം എന്താണ്? COVID-19 ഇഷ്യൂവിനെ തുടർന്ന് ലോക്ക്ഡൌൺ ഉണ്ടായപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി പ്രതിരോധ മന്ത്രാലയവും വിദേശ മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും സംയുക്തമായി നടത്തിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? വന്ദേ ഭാരത്. ഇതേ കാര്യം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി സമുദ്രമാർഗം, അപ്പോൾ ആരായിരിക്കും? ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? സമുദ്ര സേതു. നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വാർത്തകൾ കണ്ടതാണ്. INS ജലാശ്വ എന്നൊരു കപ്പലൊക്കെ ഇതിൽ ആദ്യമായിട്ട് പങ്കെടുത്തൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടെ ആ സമയത്ത് വന്നതാണ്. അപ്പൊ രണ്ട് ദൗത്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി വിദേശകാര്യ മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയോട് ചേർന്ന് നടത്തിയ ദൗത്യമാണെന്ത്? വന്ദേ ഭാരത്. അപ്പൊ തന്നെ ഓർത്തിരിക്കുക, സമുദ്ര സേതു. അത് ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യമായിരുന്നു. INS ജലാശ്വ പോലുള്ള കപ്പലൊക്കെ ഉൾപ്പെടുത്തി നമ്മള് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണെന്ത്? സമുദ്ര സേതു. അതേപോലെ ലോക്ക്ഡൌൺ സമയത്തൊക്കെ കുടിയേറ്റ തൊഴിലാളികളെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആയിരുന്നു ശ്രമിക് ട്രെയിൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ശ്രമിക് ട്രെയിൻ എന്താണ്? കുടിയേറ്റ തൊഴിലാളികളെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസിന്റെ പേരായിരുന്നു എന്ത്? ശ്രമിക് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നെണ്ണം ഈസിയാണ്, സുഖമായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഓപ്പറേഷൻ നമസ്തേ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യത്തിന്റെ പേരായിരുന്നു എന്ത്? ഓപ്പറേഷൻ നമസ്തേ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ നമസ്തേ? കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യത്തിന്റെ പേരായിരുന്നു എന്ത്? ഓപ്പറേഷൻ നമസ്തേ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ നമസ്തേ. ദെൻ ഓപ്പറേഷൻ സഞ്ജീവനി. ഓപ്പറേഷൻ സഞ്ജീവനി മാലദ്വീപിൽ ജീവൻ രക്ഷാ മരുന്നുകളും ഔഷധങ്ങളും എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിന്റെ പേരായിരുന്നു എന്ത്? ഓപ്പറേഷൻ സഞ്ജീവനി. അത് ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. കോവിഡ് ഇഷ്യൂവും ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങുന്ന സമയത്ത് മാലദ്വീപിൽ അവശ്യ മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ സഞ്ജീവനി. അപ്പൊ ഈ ഓപ്പറേഷൻ സഞ്ജീവനി പഠിക്കുമ്പോൾ ഒപ്പം തന്നെ ഒരെണ്ണോട് ഓർത്തിരുന്നോണം, ഓപ്പറേഷൻ മിഷൻ സാഗർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ മാലദ്വീപ്, മഡഗാസ്കർ പോലെയുള്ള കുറച്ച് 7-8 രാജ്യങ്ങളിൽ 2020 ഏപ്രിൽ സമയത്ത് അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ഒരു ദൗത്യത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ മിഷൻ സാഗർ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചോണം. അപ്പോൾ ഓപ്പറേഷൻ സഞ്ജീവനി എന്താണ്? മാലദ്വീപിൽ ജീവൻ രക്ഷാ മരുന്നുകളും ഔഷധങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിന്റെ പേര്. മാലദ്വീപിൽ ജീവൻ രക്ഷാ മരുന്നുകളും ഔഷധങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ സഞ്ജീവനി. പഠിക്കുക, ഓപ്പറേഷൻ സഞ്ജീവനി. ഒപ്പം തന്നെ പഠിക്കേണ്ടതാണ് മിഷൻ സാഗർ. അത് മാലദ്വീപ്, മഡഗാസ്കർ തുടങ്ങിയ 8 രാജ്യങ്ങളിൽ അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ മിഷൻ സാഗർ. രണ്ടും ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഇതിന്റെയൊക്കെ പ്രത്യേകം എന്താണ്? ലോക്ക്ഡൌൺ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മൾ ആദ്യം കണ്ടക്ട് ചെയ്ത ചില ദൗത്യങ്ങളാണ്. ഇനി കോവിഡ്-19 ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോവിഡ്-19 ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ആരോഗ്യ സേതു. നമുക്കറിയാം, ആദ്യ മണിക്കൂറുകളിൽ 5 കോടിയോളം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് ലഭിച്ച ആപ്പാണ് ഇത് ആരോഗ്യ സേതു. 2020 ഡിജിറ്റൽ ഇന്ത്യ സബ്മിറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ആപ്പായിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ ആരോഗ്യ സേതു ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ആരോഗ്യ സേതു ആപ്പിന്റെ പ്രത്യേകത എന്താണ്? കോവിഡ്-19 ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഏതെന്ന് ചോദിച്ചാൽ ആരോഗ്യ സേതു. എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ എല്ലാം മൊബൈലിലൊക്കെ ഇത് കാണും. അപ്പോൾ കോവിഡ്-19 ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പിന്റെ പേരാണെന്ത്? ആരോഗ്യ സേതു. ഒപ്പം തന്നെ പഠിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. നമ്മൾ മൊബൈലിൽ കോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ പറയില്ല, എത്രയാണിത്? 1075. കേന്ദ്ര സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1075. 2 പോയിന്റുകൾ കിട്ടിയല്ലോ. അതേപോലെ ഈ ആരോഗ്യ സേതു പഠിക്കുമ്പോൾ ഒപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ആപ്പാണ് കൊറോണ കവച്. കേന്ദ്ര സർക്കാരിന്റെ കൊറോണ ട്രാക്കിംഗ് ആപ്പിന്റെ പേരാണ്. അതായത് കോവിഡ് പ്രതിരോധത്തിനായി, കോവിഡ് പടരുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ട്രാക്കിംഗ് ആപ്പിന്റെ പേരാണെന്ത്? കൊറോണ കവച്. അപ്പോൾ കോവിഡ്-19 ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയുന്ന ആപ്പ് ഏതാണ്? അത് ആരോഗ്യ സേതു ആണ്. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ കൊറോണ ട്രാക്കിംഗ് ആപ്പിന്റെ പേരെന്ന് ചോദിച്ചാൽ, കൊറോണ ട്രാക്കിംഗ് ആപ്പിന്റെ പേരെന്ന് ചോദിച്ചാൽ കൊറോണ കവച് ആണ്. Then important point, കോവിഡ്-19 ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് GOK കേരള. ഇമ്പോർട്ടന്റ് ആണ്. കോവിഡ്-19 ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? GOK കേരളയാണ്, കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ്. അതേപോലെ കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. പഠിക്കുക, കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1056 ആണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗിക മൊബൈൽ ആപ്പിനെ കുറിച്ച് പഠിച്ചു, ആരോഗ്യ സേതു. കേരള സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പിനെ കുറിച്ച് പഠിച്ചു, GOK കേരള. ഈ കാറ്റഗറിയിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, കോവിഡ്-19 ബന്ധപ്പെട്ട WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ മൊബൈൽ ആപ്പിന്റെ പേരാണ് കോവിഡ്-19 ആപ്പ്. ഇപ്പൊ ഇത് 2 ചോദ്യം ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കോവിഡ്-19 ബന്ധപ്പെട്ട ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് എന്ന് ചോദിച്ചതാണ് കോവിഡ്-19 ആപ്പ് ആണ്. കോവിഡ്-19 ആപ്പ് ആണ്. അപ്പൊ ഈ 3 ഓർത്തോണം, ആരോഗ്യ സേതു, GOK ഡയറക്റ്റ്, കോവിഡ്-19 ആപ്പ്. അതേപോലെ കോവിഡ് ട്രാക്കിംഗ് ആപ്പ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കോവിഡ് ട്രാക്കിംഗ് ആപ്പ് ആണ് ഇത് കൊറോണ കവച്. അതും ഓർത്തോണം. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കോവിഡ്-19 ബന്ധപ്പെട്ട സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ സഞ്ജീവനി. ശ്രദ്ധിച്ചോണം, കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കോവിഡ്-19 ബന്ധപ്പെട്ട സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? ആരോഗ്യ സഞ്ജീവനി. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കോവിഡ്-19 ബന്ധപ്പെട്ട സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്താണ്? ആരോഗ്യ സഞ്ജീവനി. Then the important one, ശ്രദ്ധിച്ചോണം, ഉറപ്പായി ചോദിക്കും. കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഇതിനോടകം മാധ്യമങ്ങളെല്ലാം ശ്രദ്ധ നേടി, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ആത്മനിർഭർ ഭാരത്. ആത്മനിർഭർ ഭാരത് അഭിയാൻ. ആത്മനിർഭർ ഭാരത് അഭിയാൻ. ശ്രദ്ധിച്ചോണം, കോവിഡ്-19 ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ആത്മനിർഭർ ഭാരത് അഭിയാൻ. ആത്മനിർഭർ ഭാരത് അഭിയാൻ ഇമ്പോർട്ടന്റ് ആണ്. 20 ലക്ഷം കോടി രൂപ ഇതിലേക്ക് വകമാറ്റി വെക്കുകയുണ്ടായി. അതായത് ഇന്ത്യയുടെ GDP-യുടെ 10%. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ GDP-യുടെ എത്ര ശതമാനമാണ് ഈ പറഞ്ഞ ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ 10%. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റുകളും ശ്രദ്ധിക്കുക, ബേസ് പോയിന്റുകളാണ്, എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതാണ്, ഇതിനോടകം പല പരീക്ഷകളും ചോദിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ കോവിഡ്-19 ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ലോക്ക്ഡൌണുകൾ പ്രഖ്യാപിച്ചപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയം, വ്യോമയാന മന്ത്രാലയം എല്ലാം സംയുക്തമായി നടത്തിയ ഓപ്പറേഷന്റെ പേരാണെന്ത്? വന്ദേ ഭാരത് ദൗത്യം. ഇതേ കാര്യത്തിന്, അതായത് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യമാണെന്ത്? സമുദ്ര സേതു. അതിൽ ആദ്യമായി പങ്കെടുത്ത കപ്പല് INS ജലാശ്വയാണ്. അത് ഓർത്തിരിക്കുക.
ദെൻ ലോക്ക്ഡൌൺ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിയ കുടിയേറ്റ തൊഴിലാളികളെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനുകളായിരുന്നു ശ്രമിക് ട്രെയിൻ. കോവിഡ്-19മായി ബന്ധപ്പെട്ട ഇന്ത്യൻ ആർമി നടത്തിയ പ്രതിരോധ പ്രവർത്തന ദൗത്യത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ നമസ്തേ. ദെൻ ഓപ്പറേഷൻ സഞ്ജീവനി. കോവിഡ്-19 സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് മാലിദ്വീപിൽ അവശ്യ മരുന്നുകളും ഔഷധങ്ങളും എത്തിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ദൗത്യം. മാലദ്വീപിൽ അവശ്യ മരുന്നുകളും ഔഷധങ്ങളും എത്തിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സഞ്ജീവിനി. കൂടെ തന്നെ ഓർത്തണം, 2020 ഏപ്രിൽ മാലദ്വീപ്, മഡഗാസ്കർ പോലെയുള്ള 8ഓളം രാജ്യങ്ങളിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സാഗർ. കോവിഡ്-19മായി ബന്ധപ്പെട്ട ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് കോവിഡ്-19 ആപ്പ്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ആരോഗ്യ സേതു. കേന്ദ്ര സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1075. കേന്ദ്ര സർക്കാരിന്റെ കൊറോണ ട്രാക്കിംഗ് ആപ്പിന്റെ പേര് കൊറോണ കവച്. കോവിഡ്-19മായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് GOK ഡയറക്ട്. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. ദെൻ കോവിഡ്-19മായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ സഞ്ജീവനി. കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആത്മനിർഭർ ഭാരത് അഭിയാൻ. 20 ലക്ഷം കോടി രൂപ ഇതിനായിട്ട് ചെലവഴിക്കുന്നുണ്ട്. ഇന്ത്യയുടെ GDPയുടെ 10% തുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ചില കമ്മിറ്റികളെ കുറിച്ചാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ നല്ല സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ, കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗ സമിതിയുടെ തലവൻ ആരായിരുന്നു? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അമിതാഭ് കാന്ത്. ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതാണ്. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച 10 അംഗ സമിതിയുടെ തലവൻ ആരായിരുന്നു? അമിതാഭ് കാന്ത്. ശ്രദ്ധിച്ചോണം, കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച 10 അംഗ സമിതിയുടെ തലവൻ ആരാണ്? അമിതാഭ് കാന്ത്. അതേപോലെ കോവിഡ്-19മായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്കണോമിക് റെസ്പോൺസ് ഫോഴ്സ് ടാസ്ക് എന്ന് പറഞ്ഞൊരു ടീമിനെ രൂപീകരിച്ചിരുന്നു. ഈ സെല്ലിന്റെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. കോവിഡ്-19മായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച എക്കണോമിക് റെസ്പോൺസ് ഫോഴ്സ് ടാസ്കിന്റെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തി ആരാണ്? നിർമ്മല സീതാരാമൻ. ദെൻ നെക്സ്റ്റ് വൺ, കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കോവിഡും ഈ പറഞ്ഞ ലോക്ക്ഡൌണും അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷന്റെ തലവൻ ഡോക്ടർ CV ആനന്ദ ബോസ്. അതും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോണം. കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷന്റെ തലവൻ ആരാണ്? ഡോക്ടർ CV ആനന്ദ ബോസ്. നെക്സ്റ്റ് വൺ, നമുക്കറിയാം കോവിഡ്-19 സമയത്ത് RBI വായ്പകൾക്കൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. ഈ മൊറട്ടോറിയം കാലയളവിലെ പലിശ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലെ കേസ് നടന്നിരുന്നു. അപ്പൊ ഈ പലിശ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു രാജീവ് മഹർഷി. ശ്രദ്ധിച്ചോണം, മൊറട്ടോറിയം കാലയളവിലെ വായ്പകളുടെ പലിശ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? രാജീവ് മഹർഷി. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്. കോവിഡ്-19ഉം ലോക്ക്ഡൌണും ഒക്കെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു 11 അംഗ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരുന്നു. ഇതിന്റെ തലവനായിരുന്നു KS റെഡ്ഡി. ഇമ്പോർട്ടന്റ് ആണ്, KS റെഡ്ഡി ആണ് ഇതിന്റെ തലവൻ. ശ്രദ്ധിച്ചോണം, ലോക്ക്ഡൌണും കോവിഡ്-19 ഇഷ്യൂസും സാധാരണ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച 11 അംഗ സമിതിയുടെ തലവൻ ആരാണ്? KS റെഡ്ഡി. പഠിച്ചോണം, KS റെഡ്ഡി. അതേപോലെ ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന സമയത്ത് എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരുന്നു. ഇതിന്റെ തലവനായിരുന്നു
KM എബ്രഹാം. അതേപോലെ കേരളത്തിലെ കോവിഡ്-19നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനും KM എബ്രഹാം ആയിരുന്നു. അപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് പാലിക്കേണ്ട അല്ലെങ്കിൽ ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന സമയത്ത് പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? KM എബ്രഹാം. അതേപോലെ കോവിഡ്-19 കേരളത്തിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനും ആരായിരുന്നു? KM എബ്രഹാം. അപ്പൊ കമ്മിറ്റികൾ ഒരുപാടുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇത്രയുമാണ്. ഇത് ശ്രദ്ധിച്ചോണം. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഒന്ന്, അമിതാഭ് കാന്ത്. എന്തായിരുന്നു പ്രത്യേകത? കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച 10 അംഗ സമിതിയുടെ തലവനായിരുന്നു ആര്? അമിതാഭ് കാന്ത്. അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച എക്കണോമിക് റെസ്പോൺസ് ഫോഴ്സ് ടാസ്കിന്റെ തലപ്പത്തായിരുന്നു ആര്? നിർമ്മല സീതാരാമൻ. കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷന്റെ തലവൻ ആരാണ്? ഡോക്ടർ CV ആനന്ദബോസ്. അതേപോലെ തന്നെ രാജീവ് മഹർഷി, അതായത് RBI വായ്പകൾക്ക് പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലയളവിലെ കൂട്ടുപലിശയ്ക്ക് ഒഴിവാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു രാജീവ് മഹർഷി. അതേപോലെ ആ കാറ്റഗറിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കോവിഡ്-19 ലോക്ക്ഡൌൺ ഒക്കെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച 11 അംഗ സമിതിയുടെ തലവൻ ആരാണ്? KS റെഡ്ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച 11 അംഗ സമിതിയുടെ തലവൻ ആരാണ്? KS റെഡ്ഡി. അതുപോലെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ടതാണ്, ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയും കേരള സർക്കാർ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? KM എബ്രഹാം. അപ്പൊ ഈ രണ്ട് പാർട്ടും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. റിവൈസ് ചെയ്ത് തന്നെ പഠിക്കണം. എക്സാം അടുത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ കിട്ടും. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടുത്ത നമുക്ക് കോവിഡ്-19നുമായി ബന്ധപ്പെട്ട ചില മരുന്നുകളെ കുറിച്ചോ വാക്സിനുകളെ കുറിച്ചോ ഒക്കെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന്, കോവിഡ്-19 പ്രതിരോധത്തിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഔഷധമായി ഉപയോഗിക്കാൻ ICMR അംഗീകാരം നൽകിയ മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ. ശ്രദ്ധിച്ചോണം, കോവിഡ്-19 പ്രതിരോധത്തിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഔഷധമായി ഉപയോഗിക്കാൻ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് താൽക്കാലികമായി അനുമതി നൽകിയ മരുന്നിന്റെ പേരാണ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ. കാരണം ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ്, എല്ലാവരും അറിഞ്ഞതുമാണ്. അതുകൊണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോണം, കോവിഡ്-19 പ്രതിരോധത്തിനായി ഔഷധമായി ഉപയോഗിക്കാൻ താൽക്കാലികമായിട്ട് ഈ പറഞ്ഞ ICMR അംഗീകാരം നൽകിയ മരുന്നായിരുന്നു ഇത് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ വികസിപ്പിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്ററിന്റെ പേരാണ് ജീവൻ. പഠിച്ചോണം, കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ വികസിപ്പിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്റർ ഏതാണ്? ജീവൻ. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്റർ എന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവനാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് ആശുപത്രി, 1000 കിടക്കുള്ള ആശുപത്രി സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് ആശുപത്രി സ്ഥാപിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് ആശുപത്രി സ്ഥാപിച്ച സംസ്ഥാനം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, മൈലാബ് പൂനെ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ്-19 ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ചത്. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ്-19 ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സ്ഥാപനം എന്ന് ചോദിച്ചാൽ പൂനെയിലെ മൈലാബ് ആണ്. ഈ 3 ബേസ് പോയിന്റുകൾ ഓർത്തിരിക്കുക. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി വികസിപ്പിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്റർ, കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി വികസിപ്പിച്ച ചിലവ് കുറഞ്ഞ വെന്റിലേറ്ററിന്റെ പേരാണെന്ത്? ജീവൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ്-19 ആശുപത്രി സ്ഥാപിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചതാണ് ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ്-19 ആശുപത്രി, 1000 കിടക്കുള്ള ആശുപത്രി സ്ഥാപിച്ചത് ഒഡീഷയിലാണ്. അതേപോലെ ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച കോവിഡ്-19 ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ചത് പൂനെയിലെ മൈലാബ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പൊ ഈ 3-4 പോയിന്റുകൾ ബേസ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി കോവിഡ് വാക്സിനിലേക്ക് വരാം. കോവിഡിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തുന്നതിന് വേണ്ടി ലോകാരോഗ്യ സംഘടന നടത്തുന്ന പരീക്ഷണത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് സോളിഡാരിറ്റി. ശ്രദ്ധിച്ചോണം, കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി ലോകാരോഗ്യ സംഘടന നടത്തുന്ന പരീക്ഷണത്തിന് കൊടുത്തിരിക്കുന്ന പേരായിരുന്നു എന്ത്? സോളിഡാരിറ്റി. ദെൻ ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ. ശ്രദ്ധിച്ചോണം, ഇതിനു മുമ്പ് പല പ്രഖ്യാപനങ്ങൾ ഉണ്ടായാലും ഒരു അറിയപ്പെടുന്ന കോവിഡ് വാക്സിൻ വികസിപ്പിച്ചത് റഷ്യയാണ്. അതിന്റെ പേര് സ്പുട്നിക് 5 ആണ്. ഇപ്പൊ ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ റഷ്യയാണ് അറിയപ്പെടുന്ന രീതിയിൽ. അതിനു മുമ്പ് പലരും പ്രഖ്യാപിച്ചെങ്കിലും അത് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരുന്നില്ല.
ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ പേരാണ് സ്പുട്നിക് 5. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ പേരെന്താണ്? സ്പുട്നിക് 5. ഇമ്പോർട്ടന്റ് ആണ്. Then ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ കോവാക്സിൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ കോവിഡ് വാക്സിന്റെ പേരാണ് കോവാക്സിൻ. ഇത് ICMR-ഉം ഭാരത് ബയോടെക്കും നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം സംയുക്തമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ പേരാണ് കോവിഷീൽഡ്. ഇന്ത്യയിൽ ഇപ്പോൾ വാക്സിനേഷൻ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കോവിഷീൽഡ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ശ്രദ്ധിച്ചോണം. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ എന്ന് ചോദിച്ചാൽ ഏത് എഴുതാവൂ? കോവാക്സിൻ ആണ്. അത് ICMR-ഉം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാവരും ചേർന്നിട്ടാണ്, ഭാരത് ബയോടെക് കൂടെ ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച കോവിഡ് വാക്സിന്റെ പേരാണ് കോവിഷീൽഡ്. ഇന്ത്യയിൽ ഇന്ന് വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോവിഷീൽഡ് എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ശ്രദ്ധിച്ചോണം. അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഫൈസർ വാക്സിൻ. അത് ബ്രിട്ടന്റെ ഫൈസർ വാക്സിൻ ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. കോവിഷീൽഡിന് അടുത്തിടെ ലഭിച്ചിരുന്നു. ആദ്യമായിട്ട് ലഭിച്ചത് ഈ പറഞ്ഞ ഫൈസർ വാക്സിൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഏതാണ്? ഫൈസർ വാക്സിൻ. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ എന്ന് ചോദിച്ചതാണ് ഫൈസർ വാക്സിൻ ആണ്. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ്, മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ അത് USA-യുടെ mRNA 1273 ആണ്. ജെന്നിഫർ ഹാലൻ എന്ന് പറയുന്ന ഒരു വനിതയാണ് ഇത് ആദ്യമായിട്ട് വാക്സിനേഷൻ എടുത്തത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഏതാണ്? mRNA 1273. mRNA 1273 അമേരിക്കയുടെയാണ്. ആദ്യമായിട്ട് വാക്സിനേഷൻ എടുത്ത ലേഡിയുടെ പേര് ജെന്നിഫർ ഹാലർ എന്നാണ്. Then കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ സമയത്തുണ്ടായ വലിയ രണ്ട് റെക്കോർഡുകളായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നു ന്യൂഡൽഹിയിൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബൈലറി എന്ന സ്ഥാപനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക്, COVID-19 ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് എവിടെ നിലവിൽ വന്നു? ന്യൂഡൽഹിയിൽ നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് എവിടെ സ്ഥാപിതമായി? മഞ്ചേരിയിൽ സ്ഥാപിതമായി. അപ്പൊ ഈ വാക്സിൻസിന്റെ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിച്ചോണം. COVID-19 വാക്സിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി ലോകാരോഗ്യ സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ കൊടുത്ത പേരായിരുന്നു സോളിഡാരിറ്റി. ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ റഷ്യയാണ്. ആ വാക്സിന്റെ പേര് സ്പുട്നിക് 5. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ കോവിഡ് വാക്സിന്റെ പേര് കോവാക്സിൻ എന്നാണ്. അത് ഭാരത് ബയോടെക്കും ICMR നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സംയുക്തമായി ഡെവലപ്പ് ചെയ്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ഡെവലപ്പ് ചെയ്ത കോവിഡ് വാക്സിന്റെ പേരാണ് കോവിഷീൽഡ്. ഇമ്പോർട്ടന്റ് ആണ്. Then ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കോവിഡ് വാക്സിന്റെ പേരാണ് ഫൈസർ വാക്സിൻ. അത് ബ്രിട്ടന്റേതാണ്. മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ എന്ന് ചോദിച്ചാൽ mRNA 1273. അത് അമേരിക്കയുടേതാണ്. അതേപോലെ തന്നെ COVID-19 ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് സ്ഥാപിതമായത് ന്യൂഡൽഹിയിലും കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലുമാണ്. ക്ലിയർ ആണ് ഇത്രയും ഭാഗം? നെക്സ്റ്റ്, COVID-19 ബന്ധപ്പെട്ട ചില പദ്ധതികളെ കുറിച്ചാണ്. ഇതും ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നോക്കി വെക്കേണ്ട ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ഗരീബ് കല്യാൺ റോസ്ഗർ യോജന. COVID-19 പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന 50,000 കോടി രൂപയുടെ പദ്ധതിയാണെന്ത്? ഗരീബ് കല്യാൺ റോസ്ഗർ യോജന. ശ്രദ്ധിച്ചോണം, അപ്പൊ ഈ പദ്ധതി ആർക്ക് വേണ്ടിയാണ്? കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. COVID-19 പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 50,000 കോടി രൂപയുടെ പദ്ധതിയുടെ പേരാണെന്ത്? ഗരീബ് കല്യാൺ റോസ്ഗർ യോജന. അപ്പൊ ഒറ്റ വീട്ടിൽ ഓർത്തിരുന്നാൽ മതി. ഗരീബ് കല്യാൺ റോസ്ഗർ യോജന ആർക്ക് വേണ്ടിയാണ്? കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അതാണ് അവിടെ ഹിന്റ്. 2, ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. ഇപ്പൊ ഇന്ത്യ മറ്റൊരു രാജ്യവുമായി ചേർന്ന് നടപ്പാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഒരു പക്ഷേ എക്സാമിന് ചോദിച്ചേക്കാം. ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസിൽ ഇന്ത്യയോടൊപ്പം സഹകരിക്കുന്ന രാജ്യം എന്ന് ചോദിക്കാം. ഏതാണ്? ഇസ്രായേൽ.
അപ്പോൾ COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. അടുത്തത് ആരോഗ്യ പാത്ത്. COVID-19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിന്റെ പേരാണ് ആരോഗ്യ പാത്ത്. നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിന്റെ പേരാണെന്ത്? ആരോഗ്യ പാത്ത്. പഠിക്കുക, COVID-19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ഏതാണ്? ആരോഗ്യ പാത്ത്. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME വിദ്യ. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PME വിദ്യ. നമുക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകളുണ്ട്, അത് ലാസ്റ്റ് നോക്കാം. COVID-19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? PME വിദ്യ. PME വിദ്യ. അതോടൊപ്പം ഓർത്തിരിക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് മനോദർപ്പൺ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും COVID-19 പശ്ചാത്തലത്തിൽ മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണെന്ത്? മനോദർപ്പൺ. അപ്പൊ ഈ 5 എണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കുക. COVID-19 പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗരീബ് കല്യാൺ റോസ്ഗർ യോജന. ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നടപ്പാക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. COVID-19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിന്റെ പേരാണ് ആരോഗ്യ പാത്ത്. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് PME വിദ്യ. PME വിദ്യ. അതേപോലെ അധ്യാപകർക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പാക്കിയ പദ്ധതിയുടെ പേരാണ് മനോദർപ്പൺ. ക്ലിയർ ആണല്ലോ? ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 60 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി സുഖായുഷ്യം. ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി സുഖായുഷ്യം. സുഖായുഷ്യം. അപ്പൊ ഈ പദ്ധതി ആർക്ക് വേണ്ടിയാണ്? 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അവരുടെ ആരോഗ്യ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കി അവരിൽ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണിത് സുഖായുഷ്യം. നെക്സ്റ്റ്, COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ. ശ്രദ്ധിച്ചോണം, COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ നിരാമയ. COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ. ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ എന്താണ്? നിരാമയ. COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ. ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ എന്താണ്? നിരാമയ. നിരാമയ. നെക്സ്റ്റ്, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കൂടെയുണ്ട് അംഗനവാടികൾ. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണെന്ത്? കൂടെയുണ്ട് അംഗനവാടികൾ. കൂടെയുണ്ട് അംഗനവാടികൾ. അതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബ്രേക്ക് കൊറോണ. COVID-19 വ്യാപനം തടയുന്നതിന് വേണ്ടി നൂതന ആശയങ്ങൾ സമർപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ പേരാണ് ബ്രേക്ക് കൊറോണ. COVID-19 വ്യാപനം തടയുന്നതിന് വേണ്ടി നൂതന ആശയങ്ങൾ അവതരിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ പേരാണെന്ത്? ബ്രേക്ക് കൊറോണ. ബ്രേക്ക് കൊറോണ. അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങളിൽ ലഘുവ്യായാമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്വാസ്ഥ്യം. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘുവ്യായാമങ്ങൾ ചെയ്യാനുള്ള പരിശീലനം നൽകുന്നതിന് വേണ്ടി മാധ്യമങ്ങളിലൂടെ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണെന്ത്? സ്വാസ്ഥ്യം. അപ്പോൾ സ്വാസ്ഥ്യം എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം എന്താണ്? ലഘുവ്യായാമമാണ് എന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ്, ചിരി. കുട്ടികളിലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണെന്ത്? ചിരി. കുട്ടികളിലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് ചിരി. നെക്സ്റ്റ്, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സർഗശേഷി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് അക്ഷരവൃക്ഷം. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണെന്ത്? അക്ഷരവൃക്ഷം. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് അക്ഷരവൃക്ഷം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4-5 പോയിന്റുള്ള നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഓരോന്നും ശ്രദ്ധിക്കുക. 60 വയസ്സ് കഴിഞ്ഞവരുടെ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി സുഖായുഷ്യം. COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടൽ നിരാമയ. ഗർഭിണികൾ, കുട്ടികൾ എന്നിവയിലെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി കൂടെയുണ്ട് അംഗനവാടികൾ. COVID-19 വ്യാപനം തടയുന്നതിന് വേണ്ടി നൂതന ആശയങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ പേരാണ് ബേക്ക് കൊറോണ. ലഘുവ്യായാമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി സ്വാസ്ഥ്യം. കുട്ടികളിലെ മാനസിക പിരിമുറുക്ക് ഒഴിവാക്കാൻ വേണ്ടി നടപ്പാക്കിയ പദ്ധതി ചിരി. അതേപോലെ വീട്ടിലിരിക്കുന്ന കുട്ടികളുടെ സർഗശേഷി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി അക്ഷരവൃക്ഷം. അപ്പൊ ഈ 2 പാർട്ടിലും ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. അടുത്തായിട്ട് നമുക്ക് കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്ത ചില വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ച് പഠിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്. കുറച്ചു മുമ്പ് നമ്മൾ പദ്ധതികളുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചെണ്ണം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നു. അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബെൽ എല്ലാവർക്കും അറിയാം. 2020 അധ്യയന വർഷം വിക്ടേഴ്സ് ചാനലിലൂടെ കേരളത്തിൽ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ പാഠ്യപദ്ധതിയുടെ പേരാണ് ഫസ്റ്റ് ബെൽ. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. 2020 അധ്യയന വർഷം വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ പാഠ്യപദ്ധതി ഫസ്റ്റ് ബെൽ. സിമ്പിൾ പോയിന്റ് ആണ്. ഇനി ശ്രദ്ധിച്ചോണം. വൈറ്റ് ബോർഡ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിൽ നടപ്പാക്കിയ ഓൺലൈൻ പാഠ്യപദ്ധതിയുടെ പേരായിരുന്നു വൈറ്റ് ബോർഡ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമഗ്ര ശിക്ഷ കേരളം ഒരുക്കിയ ഓൺലൈൻ പാഠ്യപദ്ധതി വൈറ്റ് ബോർഡ്. ശ്രദ്ധിച്ചോണം. അപ്പൊ വൈറ്റ് ബോർഡ് എന്ന പദ്ധതി ആർക്ക് വേണ്ടിയാണ്? ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതേപോലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമഗ്ര ശിക്ഷ കേരളം ഒരുക്കിയ ഓൺലൈൻ പാഠ്യപദ്ധതിയുടെ പേരാണ് മഴവിൽ പൂവ്. അപ്പോൾ ശ്രദ്ധിച്ചോണം. 2020 അധ്യയന വർഷം വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ പാഠ്യപദ്ധതി ഫസ്റ്റ് ബെൽ ആണ്. അത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റൊരു പാഠ്യപദ്ധതി ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് വൈറ്റ് ബോർഡ്. അതേപോലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റൊരു ഓൺലൈൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് മഴവിൽ പൂവ്. ഏറ്റവും ചെറിയ കുട്ടികൾ, അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത വിനോദ വിജ്ഞാന പരിപാടിയുടെ പേരാണ് കിളിക്കൊഞ്ചൽ. പഠിച്ചോണം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ പാഠ്യപദ്ധതിയുടെ പേരാണ് കിളിക്കൊഞ്ചൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്ത പാഠ്യപദ്ധതിയുടെ പേരാണ് പൂട്ടാത്ത പാഠശാല. അത് നോക്കി വെക്കേണ്ടതാണ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ദൂരദർശനിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്ത പ്രോഗ്രാമിന്റെ പേരാണ് പൂട്ടാത്ത പാഠശാല. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. ലോക്ക്ഡൌണിന് ശേഷം ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ PM e-വിദ്യ എന്ന പദ്ധതി ആരംഭിച്ചെന്ന്. ഇതിന്റെ ഭാഗമായിട്ട് 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി 12 സെപ്പറേറ്റ് DTH ചാനൽ ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വൺ ക്ലാസ് വൺ ചാനൽ. പഠിച്ചോണം. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി 12 സെപ്പറേറ്റ് DTH ചാനൽ ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് വൺ ക്ലാസ് വൺ ചാനൽ. അതേപോലെ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ പദ്ധതിയാണ്. COVID-19 പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് ദീക്ഷ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് ദീക്ഷ. സമാധാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും AICTയും ചേർന്ന് ആരംഭിച്ച കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധ ക്യാമ്പയിന്റെ പേരായിരുന്നു സമാധാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. AICTയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ചേർന്ന് കോവിഡിനെതിരായിട്ട് നടത്തിയ പ്രതിരോധ ക്യാമ്പയിന്റെ പേരായിരുന്നു സമാധാൻ. അപ്പൊ ഓരോന്ന് ഓർക്കുക. 2020 അധ്യയന വർഷം വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ പാഠ്യപദ്ധതി ഫസ്റ്റ് ബെൽ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വൈറ്റ് ബോർഡ്. അതേപോലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി മഴവിൽ പൂവ്. 3 മുതൽ 6 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി കിളിക്കൊഞ്ചൽ. ഒപ്പം തന്നെ പൂട്ടാത്ത പാഠശാല. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്ത പരിപാടിയാണ് പൂട്ടാത്ത പാഠശാല. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 12 സെപ്പറേറ്റ് DTH ചാനൽ ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വൺ ക്ലാസ് വൺ ചാനൽ സ്കീം. അതേപോലെ സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് ദീക്ഷ. AICTയും വിദ്യാഭ്യാസ മന്ത്രാലയവും ചേർന്ന് നടപ്പാക്കിയ കോവിഡ് പ്രതിരോധ ക്യാമ്പയിന്റെ പേരായിരുന്നു സമാധാൻ. ഇത്രയും നമ്മൾ പഠിച്ചതാണ്.
ഇപ്പോൾ COVID-19 ബന്ധപ്പെട്ട് പല മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസ് കാര്യങ്ങൾ പഠിച്ചു, ഇവിടെ വിവിധ മേഖലകളിൽ നിന്നും കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയിലും കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. എക്സാമിന് മുമ്പ് മാക്സിമം തവണ അത് റിവൈസ് ചെയ്ത് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളും പൂർണ്ണമായും എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്